പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഡിസംബറിൽ ചൈനയുടെ കയറ്റുമതിയിൽ 10.7% വളർച്ച. ട്രംപ് ഏർപ്പെടുത്തിയേക്കാവുന്ന വ്യാപാര താരിഫുകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് ഈ നേട്ടം. ട്രംപ് അധികാരമേറ്റയുടൻ വ്യാപാര താരിഫ് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഫാക്ടറികൾ ഓർഡറുകൾ നിറയ്ക്കാൻ തിരക്കുകൂട്ടിയതിനാൽ ഡിസംബറിൽ ചൈനയുടെ കയറ്റുമതി പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വളർന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കയറ്റുമതി 10.7% വർദ്ധിച്ചു. അതേസമയം ഇറക്കുമതി 1% വർദ്ധിച്ചു. കയറ്റുമതി ഇറക്കുമതിയേക്കാൾ ഉയർന്നതോടെ ചൈനയുടെ വ്യാപാര മിച്ചം $104.84 ബില്യൺ ഉയർന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർദ്ധിപ്പിക്കുമെന്നും കയറ്റുമതിക്കാർ നിലവിൽ യുഎസിൽ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ രീതിയിൽ വിൽക്കാൻ ഉപയോഗിക്കുന്ന പഴുതുകൾ അടയ്ക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ചൈനയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും ആകെ മൂല്യം 2024 $43.85 ട്രില്യൺ എത്തിയതായി അധികൃതർ അറിയിച്ചു. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 5% വർധനവ് രേഖപ്പെടുത്തി. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ മറ്റു മേഖലകളിൽ മാന്ദ്യമുണ്ടായിട്ടും കയറ്റുമതി കുതിച്ചുയർന്നു. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കീഴിൽ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാക്ടറികളുടെ നവീകരണവും ഹൈടെക് നിർമ്മാണത്തിലേക്കുള്ള മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നു. ചൈനയുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 2024 ഏകദേശം 9% വർദ്ധിച്ചു. ഉയർന്ന നിലവാരമുള്ള ഉപകരണങ്ങളുടെ കയറ്റുമതി 40%-ലധികം വർദ്ധിച്ചു. ചൈന ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഇറക്കുമതി മൂല്യം ഇപ്പോഴും കയറ്റുമതിയുടെ പിന്നിലാണ്. എണ്ണ, ഇരുമ്പയിര തുടങ്ങിയ പ്രധാന ചരക്കുകളുടെ വിലക്കുറവാണ് ഇതിന് കാരണം. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ താരിഫ് ചൈന ഒഴിവാക്കി. യുഎസുമായുള്ള ടൂ-വേ വ്യാപാരം കഴിഞ്ഞ വർഷം ഏകദേശം 5% വളർന്നു. ചൈന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഊർജ്ജം, മരുന്നുകൾ എന്നിവ ഇറക്കുമതി ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും സൗദി അറേബ്യയും ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. 1,75,025 ഇന്ത്യൻ തീർത്ഥാടകർക്കാണ് ഹജ്ജ് ക്വാട്ട അനുവദിച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൗദി ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാനും ഇന്ത്യൻ പാർലമെന്ററി ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ അംബാസഡർ ഹുസൈൽ ഖാൻ, ഇന്ത്യൻ കോൺസുലർ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയ്ക്കായി നേരത്തെ അനുവദിച്ച ഹജ്ജ് ക്വാട്ടയായ 1,75,025 തീർത്ഥാടകർ എന്നത് തന്നെയാണ് ഈ വർഷവും അനുവദിച്ചിരിക്കുന്നത്. അധിക ക്വാട്ട ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും നേരത്തെയുള്ള ക്വാട്ടയിൽ മാറ്റമുണ്ടായില്ല. ഇന്ത്യൻ തീർത്ഥാടകരെ സ്വീകരിക്കാനായി ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ സംഘടിപ്പിക്കുന്ന ഹജ്ജ് മിഷൻ ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങൾ മന്ത്രി കിരൺ റിജിജു സന്ദർശിക്കും. ജിദ്ദ സൂപ്പർ ഡോമിൽ ഇന്നു മുതൽ 4 ദിവസം നടക്കുന്ന ഹജ്ജ് ഉംറ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ വർധന. കഴിഞ്ഞ വർഷം 4ാം പാദത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ 31% വർദ്ധിച്ച് $31.7 ബില്യൺ ദുബായിലെ മൊത്തം വിൽപ്പന ഇടപാട് മൂല്യങ്ങൾ $31.72 ബില്യൺ എത്തിയതായി സ്പ്രിംഗ്ഫീൽഡ് പ്രോപ്പർട്ടീസിന്റെ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രതിവർഷം 31.1% വർധനവാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് മൊത്തം ഇടപാട് മൂല്യത്തിന്റെ പകുതിയിലധികം സംഭാവന നൽകിയ ഓഫ് പ്ലാൻ വിപണിയാണ്. ലോകമെമ്പാടുമുള്ള ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെയും സ്ഥാപന നിക്ഷേപകരെയും ആകർഷിക്കുന്നത് തുടരുന്ന ലക്ഷറി പ്രോപ്പർട്ടി വിഭാഗവും റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ചയ്ക്ക് കാരണമായി. പാം ജുമൈറ, ഡൗൺടൗൺ ദുബായ്, ദുബായ് മറീന തുടങ്ങിയ സ്ഥാപിത കമ്മ്യൂണിറ്റികൾ ആധിപത്യം പുലർത്തുന്നു. തന്ത്രപരമായ ആസൂത്രണം, നിക്ഷേപകരുടെ ആത്മവിശ്വാസം എന്നിവ കാരണം ദുബായ് റിയൽ എസ്റ്റേറ്റ് വിപണി മുന്നേറ്റം തുടരുന്നു. ഗുണനിലവാരം, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനൊപ്പം വാങ്ങുന്നയാളുടെ മുൻഗണനകൾ നിറവേറ്റുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദുബായ് സൗത്ത്, ജുമൈറ വില്ലേജ് സർക്കിൾ എന്നിവ ഇടത്തരം വരുമാനമുള്ള വാങ്ങുന്നവരുടെ വളർച്ചാ കേന്ദ്രമായി ഉയർന്നുവന്നു. അതേസമയം പാം ജുമൈറയിലെയും ദുബായ് ഹിൽസ് എസ്റ്റേറ്റിലെയും പ്രോപ്പർട്ടികൾ ആഗോള നിക്ഷേപകരെ ആകർഷിച്ചു. പാം ജുമൈറയിലെ പ്രീമിയം പ്രോപ്പർട്ടികൾ ഒരു ചതുരശ്ര അടിക്ക് 4,600 ദിർഹം എന്ന ഉയർന്ന ശരാശരി വിൽപ്പന വില കൈവരിച്ചു. 2025 ദുബായിലെ ജനസംഖ്യ 4 ദശലക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ എല്ലാ പ്രോപ്പർട്ടി സെഗ്മെന്റുകളിലുമുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉംറ സന്ദർശന വിസയിൽ സൗദിയിലെത്തുന്നവർക്ക് ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കി സൗദി അറേബ്യ. ഇന്ത്യൻ സന്ദർശകർ പുതുക്കിയ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം. സൗദി അറേബ്യയിലെത്തുന്ന സന്ദർശകർ ഇനി മുതൽ മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കണമെന്ന് സർക്കാർ അറിയിച്ചു. യാത്രാ തീയതിക്ക് 10 ദിവസം മുമ്പെങ്കിലും നൽകിയ സർട്ടിഫിക്കറ്റിനൊപ്പം വാക്സിനേഷൻ തെളിവ് ഹാജരാക്കണം. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു.
ഈ നടപടികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. യാത്രയ്ക്ക് മുൻപ് എല്ലാ യാത്രക്കാരും വാക്സിനേഷൻ നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് എയർലൈനുകൾ സ്ഥിരീകരിക്കണം. പോളിയോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾക്കും പ്രത്യേക നിയമങ്ങൾ ബാധകമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കാർ പോളിയോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓരോ വർഷവും കോടിക്കണക്കിന് ഇന്ത്യക്കാർ സൗദി അറേബ്യ സന്ദർശിക്കുന്നുണ്ട്. 2022 ഏകദേശം 2.5 കോടി ഇന്ത്യൻ പൗരന്മാർ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തു. സൗദി അറേബ്യ 2030 പ്രതിവർഷം 7.5 കോടി ഇന്ത്യൻ യാത്രക്കാരെ സ്വാഗതം ചെയ്യാൻ പദ്ധതിയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിസ സേവനങ്ങൾ അറിയാൻ സൗകര്യം ഏർപ്പെടുത്തി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഇത് സംബന്ധിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആഗോള ഗ്രാമത്തിൽ പ്രധാന തിയേറ്ററിന്റെ സമീപത്തായി പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 8 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. എൻട്രി പെർമിറ്റുകൾ, ഗോൾഡൻ വിസകൾ, പൗരത്വ സേവനങ്ങൾ, GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് പ്രത്യേക പെർമിറ്റുകൾ എന്നിവയുടെ വിശദാംശങ്ങളും അധികൃതരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. സന്ദർശകർക്കായി വിശദമായ മാർഗനിർദ്ദേശം നൽകാനായി പ്രത്യേക ടീം ഇവിടെയുണ്ട്. ഗോൾഡൻ വിസയ്ക്കുള്ള അപേക്ഷ, കുട്ടികളുടെ പാസ്പോർട്ട് കൺട്രോൾ കൗണ്ടർ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകും. സന്ദർശകർക്ക് വിവിധ താമസ കുടിയേറ്റ സേവനങ്ങളെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.